ന്യൂസ് മോർണിംഗിൽ ഇനി വിനോദസഞ്ചാരികളെ നിരാശപ്പെടുത്തുന്ന ഒരു വാർത്തയിലേക്കാണ്. കനത്ത വേനൽ ചൂടിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് താഴ്ന്നതോടെ തേക്കടിയിൽ ബോട്ട് സർവീസ് വലിയ പ്രതിസന്ധിയിലാണ്. തടാകത്തിൽ ജലനിരപ്പ് കുറഞ്ഞതോടെ ബോട്ടുകളുടെ അടിത്തട്ട് മണ്ണിലിടിക്കുന്ന സാഹചര്യം കണക്കിലെടുത്ത് യാത്രക്കാരുടെ എണ്ണം പകുതിയായി വെട്ടിക്കുറച്ചു. വേനൽ കടുത്താൽ സർവീസുകൾ പൂർണ്ണമായും നിർത്തിവെക്കേണ്ടി വരുമെന്ന ആശങ്കയിലാണ് അധികൃതരുള്ളത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ റിസർവോയർ ഭാഗമാണ് തേക്കടി തടാകം. 110.25 അടിയാണ് തടാകത്തിലെ നിലവിലെ ജലനിരപ്പ്. വേനൽ ചൂടിൽ ജലനിരപ്പ് താഴ്ന്നതോടെ അണക്കെട്ടിലെ ജലശേഖരത്തിനുള്ളിൽ മൂടിപ്പോയ കൂറ്റൻ വൃക്ഷങ്ങളുടെ അവശേഷിപ്പുകൾ ഉയർന്നു വരികയാണ്. മരക്കുറ്റികളിലും മണൽത്തിട്ടയിലും ബോട്ടുകളുടെ അടിത്തട്ടടിക്കുന്നതാണ് ബോട്ടിങ്ങിനെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. 100-ലധികം പേർക്ക് സഞ്ചരിക്കാവുന്ന ബോട്ടുകളിൽ പകുതിയിൽ താഴെ സഞ്ചാരികളെ മാത്രമേ അനുവദിക്കുന്നുള്ളൂ. തേക്കടിയിലെത്തുന്ന സഞ്ചാരികൾക്ക് ബോട്ട് യാത്ര നടത്താനാകാതെ മടങ്ങേണ്ടി വരുന്നത് ടൂറിസം മേഖലയ്ക്ക് തിരിച്ചടിയാവുകയാണ്. വരും ദിവസങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചില്ലെങ്കിൽ തേക്കടി തടാകം പൂർണ്ണമായി വറ്റി വള്ളുമ്പോൾ ബോട്ടിംഗ് നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ആ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം വന്നാൽ തേക്കടിയിലെ വിനോദസഞ്ചാരത്തെ സാരമായി ബാധിക്കും. വനം, ടൂറിസം വകുപ്പുകൾ സംയുക്തമായാണ് ഇവിടെ സർവീസ് നടത്തുന്നത്. വേനൽ കടുത്താൽ സർവീസ് നിർത്തേണ്ടി വരുമോ എന്ന ആശങ്കയുണ്ട്. അതേസമയം തടാകം വറ്റുന്നതോടെ വന്യജീവികളെ ദർശിക്കാനുള്ള സാധ്യത വർദ്ധിച്ചിട്ടുണ്ട്. വെള്ളം കുടിക്കാനായി ആനയും കാട്ടുപോത്തും മ്ലാവും അപൂർവമായി കടുവയും പുലിയുമൊക്കെ തടാക തീരത്തേക്ക് ഇറങ്ങുന്നത് സഞ്ചാരികൾക്ക് കൗതുക കാഴ്ചയാവുകയാണ്. മീഡിയ 1 ഇടുക്കി.